ഇതുവാണ് ഈ സംഭവിക്കുന്നത്. ആവശ്യമുള്ള സമയത്തൊന്നും ഈ ഒരു ബംഗളൂരു എഫ് സി വിജയിക്കത്തുമില്ല. എന്തായാലും അടുപ്പിച്ച് എന്താ പറയുക 4 കളികളെ അവർ വിജയിച്ചിട്ടില്ല. സമനിലയും തോൽവിയും മാത്രമൊക്കെ ഉള്ളവരുടെ ആ ഒരു അവസാനത്തെ 4 റണ്ണിലെടുത്ത് നോക്കുകയാണെങ്കിൽ എന്തായാലും ഇന്നത്തെ മാച്ചിൽ അവർ പരാജയപ്പെട്ടിരിക്കുകയാണ്. ആദ്യമേ 2 കൊണ്ട് ലീഡ് പിടിച്ചു. അത് കഴിഞ്ഞ് ഡിഗോ മൗറീഷ്യയുടെ 2 പെനാൽറ്റിയിൽ അവർ പരാജയപ്പെടുകയും ചെയ്തു. പിന്നെ ഒരു റെഡ് കാർഡ് കൂടെ കിട്ടി. അതോടായപ്പോഴത്തേനും അവർ ഫുള്ളായിട്ട് തളർന്നു എന്ന് തന്നെ പറയണം. എന്തായാലും ഈ ഒരു മാച്ചിന് ശേഷം നമ്മുടെ ജെറാർഡ് സറഗോസ പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: അതായത് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല, ഞാൻ കരയണോ എനിക്കറിയില്ല, ഞാൻ കരയണമെങ്കിൽ കരയാം. 25 മിനിറ്റ് ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ കളിച്ചു. സോ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് ജെറാർഡ് സറഗോസ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ റോഷൻ സിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. റോഷൻ സിങ്ങിൻ്റെ ആ ഒരു ഹാൻഡ് ബോളിനെ കുറിച്ച്, ഒരു ഇന്ത്യൻ നാഷണൽ ടീം കളിക്കുന്ന ഒരു പ്ലെയറിനോട് ഞാൻ പുറകിൽ കൈകെട്ടി കളിക്കണമെന്ന് പറഞ്ഞ് കൊടുക്കേണ്ട ആവശ്യം എനിക്കുണ്ടോ? ഇല്ല, അദ്ദേഹത്തിന് അതറിയാം. പക്ഷേ അദ്ദേഹം എന്തുകൊണ്ടത് ചെയ്യുന്നില്ല എന്നൊക്കെയാണ് നമ്മുടെ ജെറാർഡ് സറഗോസ പറയുന്നത്. എന്തായാലും വല്ലാത്തൊരവസ്ഥയാണ് ബംഗളൂരു എഫ് സിയുടെ. കഴിഞ്ഞ പ്രാവശ്യം കേരള ബ്ലാസ്റ്റേഴ്സിന് സംഭവിച്ച സെയിം അവസ്ഥ നമുക്കറിയാം. 12 കളിയിൽ നിന്ന് 26 പോയിൻ്റ് ചെയ്യുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് സീസൺ കഴിയുമ്പോൾ ഏതാണ് 33-34 പോയിൻ്റ് നേടാൻ സാധിച്ചുള്ളൂ. ആ ഒരു സെയിം അവസ്ഥയിലേക്ക് തന്നെയാണ് ബംഗളൂരു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അവർ പ്ലേ ഓഫിൽ കയറും, അത് ഉറപ്പുള്ള കാര്യമാണ്. 1-2 കളിയൊക്കെ ജയിച്ചാൽ മതി. അത് ജയിക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സും അങ്ങനെയായിരുന്നു രക്ഷപ്പെട്ടു പോയത്. തുടക്കത്തിൽ എന്തെങ്കിലുമൊക്കെ നേടി വെച്ചുകൊണ്ട് അവസാനമായപ്പോൾ ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ലായിരുന്നു എന്ന് തന്നെ പറയാം. സോ എന്തായാലും ബംഗളൂരു എഫ് സിയുടെ അവസ്ഥ വളരെ മോശമാണ്. പിന്നെ അവർ പ്ലേയേഴ്സിനെ ഇറക്കുന്ന രീതി, വിനീത് വെങ്കടേശൻ എന്ന് പറയുന്നൊരു പൊളി പ്ലെയർ ഉണ്ട്. അവർ സിസ്റ്റത്തിൽ നിന്ന് തന്നെ ഉയർന്നു വന്നൊരു 18 വയസ്സോ 19 വയസ്സുള്ളൊരു താരമാണ്. സോ അദ്ദേഹത്തെ ഒന്നും കളിക്കാൻ ഇറക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. സുനിൽ ഛേത്രി കളിക്കേണ്ട പൊസിഷനെ അദ്ദേഹമാണ് കളിക്കേണ്ടത്, പക്ഷേ അദ്ദേഹത്തെ ഇറക്കുന്നില്ല. അദ്ദേഹത്തെ 85-90 മിനിറ്റൊക്കെ ആകുമ്പോഴാണ് ഇറക്കുന്നത്. അദ്ദേഹത്തെ ഫസ്റ്റ് 11 ഇറക്കിക്കൊണ്ടിരുന്ന സമയത്ത് അവർക്ക് നല്ല റിസൾട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഒരു പ്ലെയറായിരുന്നു. ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ ഇരിക്കുന്ന പ്ലെയറാണ്. അദ്ദേഹത്തിന് മാച്ച് ടൈമാണ് വേണ്ടത്. കോറോ സിങ്ങിനെ പോയിട്ട്, ബട്ട് അദ്ദേഹത്തിന് മാച്ച് ടൈം ജെറാർഡ് സറഗോസ കൊടുക്കുന്നില്ല. അതൊക്കെ ഒരു വലിയ പ്രശ്നമാണ്. സോ എന്തായാലും വിനീത് വെങ്കടേശൻ വീണ്ടും പ്ലേയിങ് ലെവലിലേക്ക് വന്നാലൊക്കെ നല്ലതായിരുന്നു. പിന്നെ ശിവശക്തിയുടെ കാര്യം പറയേണ്ട. തുടക്കത്തിൽ സീസണിലെ ശിവശക്തിയെ കണ്ടപ്പോൾ ഇന്ത്യയുടെ ഫ്യൂച്ചർ ആകുമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. അത് കഴിഞ്ഞ് പുള്ളിക്ക് എന്താ സംഭവിച്ചതെന്ന് പുള്ളിക്ക് പോലും അറിയില്ല. നല്ല നല്ല ചാൻസ് കിട്ടിയാൽ പോലും അദ്ദേഹം കൊണ്ട് കളയും, ഓപ്പൺ ചാൻസ് കിട്ടിയാൽ പോലും. സോ എന്തായാലും വല്ലാത്തൊരു കഷ്ടമാണ് ബംഗളൂരു എഫ് സിയുടെ കാര്യം. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീഡിയോയിൽ കാണുന്നവർ ഗുഡ് ബൈ.